ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ റെഡിയായി നേരെ ഒന്ന് എറണാകുളം വരെ പോയി. ഞാൻ ഒറ്റക്കല്ല, അവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഇരുന്നപ്പോ എങ്ങോട്ടെങ്കിലും പോകാന്ന് പറഞ്ഞ് അങ്ങനെ എറണാകുളം പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. ആദ്യം തന്നെ നേരെ ചെന്നത് ദാത്തറിലോട്ടായിരുന്നു. അവിടെ ചെന്ന് മെനു ഒക്കെ തന്ന് നമുക്ക് മെനുയുടെ ആവശ്യമൊന്നുമില്ല, എന്താണേലും മന്തിയാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മന്തി വന്ന് എല്ലാവരും സംസാരമൊക്കെ നിർത്തിയിട്ട് നേരെ ഫുഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ അതിന്റെ അടുത്തൊരു ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവർക്കും ഒരു ഐസ്ക്രീം വെച്ചാൽ കഴിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ നേരെ ആലപ്പുഴക്ക് പോകുന്ന വെച്ച് വരുന്നവയ്ക്കാണെങ്കിൽ നല്ല മഴക്കാർ കയറി വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ആരോ കയറി പറഞ്ഞു നമുക്ക് വരുന്നവയ്ക്ക് പെരുമ്പളം പാലം കയറി ഒന്ന് കണ്ടാലാന്ന്. പിന്നെ വണ്ടി നേരെ അങ്ങോട്ട് വിട്ടേച്ച്. പിന്നെ പെരുമ്പളം പാലത്തിനെ പറ്റി ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഒത്തിരിയധികം വീഡിയോസ് ഒക്കെ നമ്മൾ എല്ലാവരും ഇൻസ്റ്റയിൽ കണ്ടാണ്. കേരളത്തിൽ കായലിന്റെ മേളിൽ കൂടെ വരുന്നതിൽ ഏറ്റവും വലിയ പാലമാണ് പെരുമ്പളം പാലം. ഏകദേശം 100 കോടിക്കടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ പെരുമ്പളം ദ്വീപാരാണ്. കാര്യം പണ്ട് നേരത്തെ ജങ്കാറിലും വള്ളത്തിലും ബോട്ടിലും ഒക്കെ പൊക്കോണ്ടിരുന്നവർക്ക് ഇപ്പൊ ഏത് പാതിരാത്രി ആണെങ്കിലും സ്വന്തം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും. ആരും ഒന്നിനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ രാവിലെയും വൈകിട്ടും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഒരു ഐസ്ക്രീമും മേടിച്ച് വെച്ച് കപ്പലണ്ടി എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി വെച്ച്. പിന്നെ ഒരു ഡ്രോൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല നൈസ് വീഡിയോസ് ഒക്കെ എടുക്കാം. നമ്മുടെ ഇപ്പൊ എന്താണെങ്കിലും ഡ്രോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഫോൺ വെച്ചുള്ള വീഡിയോ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ നേരെ വരുന്നേക്ക് തണ്ണീർമുഖത്ത് കയറി ഒരു ചായ കുടിക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് എടുത്ത് അവിടെ ചെന്നപ്പോയാ പുതിയ കുറെ അധികം കടകൾ വന്നു. ഞാനൊക്കെ തണ്ണീർമുഖം വന്നിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടായിരിക്കും അറിയാനോ തോന്നുന്നു. എന്താണെങ്കിലും ചായ കുടിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും ആദ്യം തന്നെ നേരെ ഓരോ കുലുക്കി മേടിച്ച് കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചായവാലയിൽ പോയിട്ട് എല്ലാവർക്കും ഓരോ ബൂസ്റ്റും അവിടുന്ന് തന്നെ ഓരോ ക്രീം ബണ്ണും കഴിച്ച്. ചോക്ലേറ്റ് ആണ് കേട്ടോ ക്രീം ബണ്ണ് കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പാറെന്ന് പറഞ്ഞില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്നവയ്ക്ക് മുഹമ്മയിൽ കഫ്താന് കയറി ഒരു കഫ്താൻ സ്പെഷ്യൽ മന്തിയും കൂടെ കഴിച്ച്. ഈ ഒരു ഫുഡിങ്ങോടുകൂടി ഇന്നത്തെ പരിപാടി എല്ലാം കഴിയുകയാണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.